എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാറ്റി നിർത്തിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം. ജീവിതം അത് നമ്മുടേതാണ്. അപ്പോൾ തീരുമാനവും നമ്മുടേതാകണം. അനുഭവങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അഭിനയങ്ങളിൽ വീണ് വീണ്ടും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. വേദനിപ്പിച്ചവർക്ക് ഇനിയും വേദനിപ്പിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. കരയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്ഥാനമില്ലെന്ന് അറിയുമ്പോൾ അവിടെ നിന്നും മൗനമായി പിന്മാറണം. അത് ബന്ധങ്ങളിൽ നിന്നായാലും സൗഹൃദങ്ങളിൽ നിന്നായാലും. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. എല്ലാവരോടും ക്ഷമിക്കുകയും മനസ്സ് തുറന്ന് സ്നേഹിക്കാനും തയ്യാറാവുക. നമുക്ക് ആ അവസരം ജീവിതത്തിൽ വീണ്ടും ലഭിച്ചെന്നു വരില്ല. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. മെഴുകുതിരി പോലെ മറ്റാർക്കും വേണ്ടി എരിഞ്ഞു തീരാതിരിക്കുക. പ്രകാശം നൽകുന്ന സമയം മാത്രമേ നമുക്ക് വില ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഒരു മരത്തിന് ചില്ലകൾ നഷ്ടപ്പെടുമ്പോൾ പുതിയവ തളിർക്കാറുണ്ട്. ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ട് നൽകുന്തോറും അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിലതൊക്കെ മനസ്സിലാക്കി നമ്മളും മാറണം. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന് ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം മറന്നുപോയാൽ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാണ്. നിങ്ങളെല്ലാവരും പ്രതിസന്ധികളോട് പോരാടുക. ധൈര്യമായിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമായി മാറും. നിങ്ങളത് നേടുക തന്നെ ചെയ്യും. ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വേദനകൾക്ക് മുൻപിൽ നമ്മളെന്നും തനിച്ചാണ്. വിജയിച്ച വ്യക്തികളെപ്പറ്റി മാത്രമല്ല, തോറ്റുപോയവരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വിജയിക്കുവാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകും. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സങ്കടവും സാഹചര്യവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ചിലപ്പോഴൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം എന്ന വാശി. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റൽപ്പെടൽ അനുഭവിക്കേണ്ടി വരും. ജീവിതത്തിൽ നിങ്ങൾ എത്രയൊക്കെ ഉയർച്ച താഴ്ചകൾ നേരിട്ടാലും നിങ്ങളുടെ ചിന്തകളായിരിക്കണം നിങ്ങളുടെ മൂലധനം. ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. ആ സമയത്തിൻ്റെ ദൈർഘ്യമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഒരാളെ ആദരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അയാളോട് തന്നെ പറയുക എന്നതാണ്. നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി മാത്രം സംസാരിക്കുകയും ചെയ്യുക. അതിൽ സമാധാനമുണ്ടാകും. നാണയങ്ങൾ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്നു, പക്ഷെ നോട്ടുകൾ എപ്പോഴും നിശബ്ദമാണ്. നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ സ്വയം നിശബ്ദത പാലിക്കുക.